നമസ്കാരം. സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് SCRT സീരീസുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൽ ബേസിക് സയൻസ് എന്ന് പറയുന്ന ഭാഗത്ത് അതിൽ പാർട്ട് 1 ചാപ്റ്റർ 4 ഓക്കെ, പൂക്കാം കായ്ക്കാം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിതിൽ പഠിക്കുന്നത്. ഇതിലെന്താണ് പരാമർശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണുമ്പോഴേ മനസ്സിലാവും. പൂക്കാൻ കായ്ക്കാന്ന് കേൾക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിലോട്ട് ഓടിയെത്തുന്നത് എന്തായിരിക്കും? കുറേ പൂക്കൾ, കുറേ ഫ്രൂട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ അകത്ത് പറയുന്നതും അതിനെക്കുറിച്ചാണ്. എങ്ങനെയാണ് പൂവുണ്ടാകുന്നത്, പൂക്കൾ ഉണ്ടാകുന്നത്, പൂവിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് കായ്കൾ ഉണ്ടാകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് എന്താണ്, കുറച്ച് കാര്യങ്ങൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങളിത് കണ്ട് പഠിക്കാം. ഓക്കെ, പൂക്കാം കായ്ക്കാം എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, നോക്കിക്കോ, നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഒരു പൂവിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. ഓക്കെ, ആദ്യം പറയുന്നതാണ് പൂഞ്ഞെട്ട്. ഓക്കെ, പൂഞ്ഞെട്ട് എന്ന് പറയുന്നത് പൂവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂവിനെ തണ്ടുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ഇത് പൂഞ്ഞെട്ട്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് പഠിച്ചേ, എന്താണ് പൂഞ്ഞെട്ട്, അല്ലെങ്കിൽ പൂഞ്ഞെട്ട് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂവിനെ തണ്ടുമായി ബന്ധിപ്പിക്കുന്നതാണ് ആര്? പൂഞ്ഞെട്ട്. രണ്ടാമത് പറയുന്നു പുഷ്പാസനം. പുഷ്പാസനം എന്ത് ചെയ്യുന്നു? പൂവിൻ്റെ മറ്റ് ഭാഗങ്ങൾക്ക് ഇരിപ്പിടമൊരുക്കുന്ന ഡ്യൂട്ടിയാണ് ആരുടേത്? പുഷ്പാസനത്തിൻ്റേത്. അപ്പോൾ പൂഞ്ഞെട്ട് എന്ത് ചെയ്യുന്നു? പൂവിനെ തണ്ടുമായി ബന്ധിപ്പിക്കുന്നു. പുഷ്പാസനം എന്ത് ചെയ്യുന്നു? പൂവിൻ്റെ മറ്റു ഭാഗങ്ങൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടമൊരുക്കുക എന്നുള്ള ധർമ്മമാണ് ആർക്കുള്ളത്? പുഷ്പാസനത്തിനുള്ളത്. അടുത്ത് പറയുന്നത് വിതളപുടം എന്താണെന്നാണ്. വിതളപുടം അല്ലെങ്കിൽ കാലിക്സ്. ഓക്കെ, വിതളപുടം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിതളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് എന്ത്? വിതളപുടം. അപ്പോൾ എന്താണ് വിതളപുടം? വിതളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് വിതളപുടം. വിതളപുടത്തിൻ്റെ ധർമ്മം ചോദിച്ചു കഴിഞ്ഞാൽ പൂമൊട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേടാ, നിങ്ങൾ മൊട്ട് കണ്ടിട്ടുള്ളവരല്ലേ എടാ. അപ്പോൾ മൊട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ഭാഗം ഇല്ലേ, വിതളങ്ങൾ ചേർന്നതാണ് വിതളപുടം. അപ്പോൾ വിതളപുടം എന്താണ് ചെയ്യുന്നത്? പൂമൊട്ടിനെ സംരക്ഷിക്കുന്നു. അപ്പോൾ പൂമൊട്ടിനെ സംരക്ഷിക്കുക എന്ന ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്? വിതളപുടത്തിനുള്ളത്. അടുത്ത് പറയുന്നു ദളപുടം. ഓക്കെ, എന്താണ് ദളപുടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് എന്ത്? ദളപുടം. പൂവിന് ആകർഷണവും ഭംഗിയും ഒക്കെ കൊടുക്കുന്നത് ആരാണ്? ഈ പറയുന്ന ദളപുടമാണ്. ഓക്കെ, അപ്പോൾ ഈ ദളപുടവും വിതളപുടവും തമ്മിൽ മാറിപ്പോവരുതേ. വിതളങ്ങൾ ചേർന്നതാണ് എന്ത്? വിതളപുടം. വിതളപുടത്തിന്റെ ധർമ്മം ചോദിച്ചു കഴിഞ്ഞാൽ വിതളപുടം എന്താണ് ചെയ്യുന്നത്? പൂമൊട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഈ ഒരു പച്ച കളറിൽ ഇങ്ങനെ പൂവിനെ പൊതിഞ്ഞിരിക്കുന്ന, പൂവിന്റെ മൊട്ടിനെ പൊതിഞ്ഞ് വെച്ചേക്കുന്ന ഒരു ഭാഗം നിങ്ങൾ കണ്ടിട്ടില്ലേ? അതാണ് എന്തെന്ന് പറയുന്നത്? വിതളപുടം എന്ന് പറയുന്നത്. ദളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് എന്ത്? ദളപുടം. പൂവിന് ഭംഗിയും അതേപോലെ ആകർഷണവും കൊടുക്കുന്നത് ആരാണ്ട? ഈ പറയുന്ന ദളപുടമാണ്. അടുത്ത് പറയുന്നത് കേസരപുടമാണ്. കേസരങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് എന്ത്? കേസരപുടം. കേസരങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് കേസരപുടം. പൂവിലെ ആൺ പ്രത്യുൽപാദന ഭാഗമാണ് ഈ കേസരപുടം എന്ന് പറയുന്നത്. പൂവിൻ്റെ ആൺ പ്രത്യുൽപാദന ഭാഗമാണ് കേസരപുടം. അടുത്ത് പറയുന്നു ജനിപുടം. എന്താണ് ജനിപുടം? പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ് ജനിപുടം. ജനിപുടത്തിൽ ഒന്നോ ഒന്നിലധികം ജനികളോ ഉണ്ടായിരിക്കും. അപ്പോൾ ആൺ പ്രത്യുൽപാദന അവയവം ആണെന്ത്? കേസരപുടം. അതേപോലെ പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന അവയവത്തിന്റെ പേര് പറഞ്ഞു ജനിപുടം. അപ്പോൾ പൂഞ്ഞെട്ടിന്റെ ധർമ്മം എന്താണ്? പൂവിനെ തണ്ടുമായി ബന്ധിപ്പിക്കുന്നു. പുഷ്പാസനം എന്ത് ചെയ്യുന്നു? പൂവിന്റെ മറ്റു ഭാഗങ്ങൾക്ക് ഇരിക്കാൻ ഇരിപ്പിടമൊരുക്കുന്നു. വിതളപുടം എന്ത് ചെയ്യുന്നു? വിതളപുടം എന്ന് പറയുന്നത് വിതളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ്, പൂമൊട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. ദളപുടം ദളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ്, പൂവിന് ആകർഷണവും ഭംഗിയും കൊടുക്കുന്നു. കേസരപുടം എന്ന് പറയുന്നത് എന്താണ്? ആൺലിംഗാവയവമാണ്. ജനിപുടം എന്ന് പറയുന്നത് പെൺലിംഗാവയവമാണ്, അല്ലെങ്കിൽ പെൺ പ്രത്യുൽപാദന അവയവമാണ് എന്ത്? ജനിപുടം. അപ്പോൾ പൂവും പൂവിൻ്റെ ഭാഗങ്ങളും അതിൻ്റെ ധർമ്മവും നമ്മൾ പറഞ്ഞു. അടുത്ത് നോക്കിക്കേ, എന്താണ് പൂർണ്ണപുഷ്പം എന്ന് പറയുന്നുണ്ട്. പൂർണ്ണപുഷ്പം അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫ്ലവർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോ, വിതളപുടം, ദളപുടം, കേസരപുടം, ജനിപുടം എന്നീ 4 ഭാഗങ്ങളാണ് ഒരു പൂവിൽ പ്രധാനമായും കാണുന്നത്. ഈ 4 പാർട്ടുമുള്ള, ഈ 4 ഭാഗങ്ങളുമുള്ള പൂവിനെ
പൂർണ്ണ പുഷ്പം എന്ന് പറയുന്നു. അപ്പോൾ ഒരു പൂവിൻ്റെ പ്രധാനപ്പെട്ട 4 പാർട്ട് എന്ന് പറയുന്നത് വിതളപുടം, ദളപുടം, കേസരപുടം, ജനിപുടം എന്നിവയാണ്. അപ്പോൾ ഒരു പൂവിൽ ഈ പറയുന്ന 4 ഭാഗങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? പൂർണ്ണ പുഷ്പം അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ എന്താണ്ടാ പറഞ്ഞേ? ഒരു പൂവിൽ എന്തൊക്കെ ഉണ്ടാവും? വിതളപുടം, ദളപുടം, കേസരപുടം, ജനിപുടം, ഈ പറയുന്ന 4 കാര്യങ്ങളും ഒരു പൂവിലുണ്ടെങ്കിൽ അതിനെ നമ്മൾ പൂർണ്ണ പുഷ്പം അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറയും. അടുത്ത അധിക വായനയ്ക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നീലക്കുറിഞ്ഞിയെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്ടാ? സ്ട്രോബിലാന്തസ് കുന്തിയാന. സ്ട്രോബിലാന്തസ് കുന്തിയാന എന്ന് പറയുന്നതാണ് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം. പഠിച്ചു വെച്ചോ, ഇത് PSC ചോദിക്കാറുണ്ട്. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നുള്ളതാണ്. നോക്കിക്കോ, എന്താണ് ഇതിൽ പറയുന്നതെന്ന്. നീലപ്പൂക്കൾ കൊണ്ട് പശ്ചിമഘട്ട മലനിരകളെ മനോഹരമാക്കുന്ന ഒരു കുറ്റിച്ചെടിയാണ് നീലക്കുറിഞ്ഞി. സമുദ്രനിരപ്പിൽ നിന്നും 1200 മീറ്റർ ഉയരത്തിലുള്ള പുൽമേടുകളിലും ചോലവനങ്ങളിലുമാണ് ഇവ കാണപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന വിവിധയിനം കുറിഞ്ഞികളിൽ ഒന്ന് മാത്രമാണ് നീലക്കുറിഞ്ഞി. ഇവ എത്ര വർഷത്തിലൊരിക്കലാണ് പൂക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 വർഷത്തിലൊരിക്കലാണ് ഇത് പൂക്കുന്നത്. ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയാണ് ഇവയുടെ പൂക്കാലം. അപ്പോൾ ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 കാര്യങ്ങൾ എടുക്കാം. ഒന്നെന്ന് പറയുന്നത് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നുള്ളതാണ് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം. അടുത്ത് പറയുന്നു ഇവ എത്ര വർഷത്തിലൊരിക്കലാണ് പൂക്കുന്നത്? 12 വർഷത്തിലൊരിക്കലാണ് പൂക്കുന്നത്. അതേപോലെ സമുദ്രനിരപ്പിൽ നിന്നും 1200 മീറ്റർ ഉയരത്തിലുള്ള പുൽമേടുകളിലും ചോലവനങ്ങളിലുമാണ് എന്ത് കാണപ്പെടുന്നത്? ഈ നീലക്കുറിഞ്ഞി കാണുന്നത്. ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയാണ് നീലക്കുറിഞ്ഞിയുടെ പൂക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം പഠിച്ചു വെച്ചോ. ഏതാണ്ടാ? സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് പൂർണ്ണ പുഷ്പമാണ്. ഒരു പൂവിൽ തന്നെ കേസരപുടം, ജനിപുടം, അതുപോലെ ദളപുടം, വിതളപുടം ഇവയെല്ലാം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കംപ്ലീറ്റ് ഫ്ലവർ അല്ലെങ്കിൽ പൂർണ്ണ പുഷ്പം എന്ന് പറയും. ഓക്കെ അല്ലേ? നമുക്ക് അടുത്തത് നോക്കിയാലോ. അടുത്ത് പറയുന്നത് ആൺപൂക്കൾ എന്താണ് എന്നാണ്. നമ്മൾ നേരത്തെ പഠിച്ചു പൂക്കളിൽ കേസരപുടം എന്ന് പറയുന്നത് എന്താണ്? ആൺലിംഗ അവയവമാണ്, അല്ലെങ്കിൽ ആൺ പ്രത്യുൽപാദന അവയവമാണ് കേസരപുടം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പൂവിൽ കേസരപുടം മാത്രം ഉണ്ടെങ്കിൽ ആ പൂക്കൾ എന്താണ്? ആൺപൂക്കളാണ്. അപ്പോൾ കേസരപുടം മാത്രം കാണപ്പെടുന്ന പൂക്കളാണ് ഏത്? ആൺപൂക്കൾ. അങ്ങനെയാണെങ്കിൽ എന്താണ് പെൺപൂക്കൾ? നമുക്കറിയാം ജനിപുടം മാത്രം കാണപ്പെടുന്ന പൂക്കളാണ് പെൺപൂക്കൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു കേസരപുടം മാത്രം കാണപ്പെടുന്ന പൂക്കളെ ആൺപൂക്കൾ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് പെൺപൂക്കൾ? ഇതും നമ്മൾ പഠിച്ചതാണ്. ഒരു പൂവില് ജനിപുടം മാത്രം ഉണ്ടെങ്കിൽ അതെന്താണ്? ജനിപുടം എന്ന് പറയുന്നത് പെൺപൂക്കളുടെ പ്രത്യുൽപാദന അവയവമാണ്. അപ്പോൾ ജനിപുടം മാത്രം കാണപ്പെടുന്ന പൂക്കളെ നമുക്ക് എന്തെന്ന് പറയാടാ? പെൺപൂക്കൾ എന്ന് പറയാം. ഇനി എന്താണ് ദ്വിലിംഗ പുഷ്പങ്ങൾ എന്നാണ് ചോദ്യമെങ്കിൽ എന്താണ്? കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്താണ്? ഒരു പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാടാ? ദ്വിലിംഗ പുഷ്പങ്ങൾ എന്ന് പറയാം. അപ്പോൾ ആൺപൂക്കൾ എന്ന് പറയുന്നത് കേസരപുടം മാത്രം കാണപ്പെടുന്ന പൂക്കളാണ്. പെൺപൂക്കൾ എന്ന് പറയുന്നത് ജനിപുടം മാത്രം കാണപ്പെടുന്ന പൂക്കളാണ്. ദ്വിലിംഗ പുഷ്പങ്ങൾ എന്ന് പറയുന്നത് കേസരപുടവും ജനിപുടവും മാത്രം കാണപ്പെടുന്ന പൂക്കളാണ്. ഇത് ദ്വിലിംഗ പുഷ്പങ്ങൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നോക്കിക്കോ, ഏകലിംഗ പുഷ്പങ്ങളും ദ്വിലിംഗ പുഷ്പങ്ങളും എന്താണ് എന്നുള്ളതാണ്. ഒന്നുകിൽ കേസരപുടം കാണും, അല്ലെങ്കിൽ ജനിപുടം കാണും. ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമാണ് ഒരു പൂവിലുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഏകലിംഗ പുഷ്പങ്ങൾ അല്ലെങ്കിൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. അപ്പോൾ എന്താണ്ടാ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്? കേസരപുടം അല്ലെങ്കിൽ ജനിപുടം ഏതെങ്കിലും ഒന്ന് മാത്രം കാണപ്പെടുന്ന പൂക്കളാണ് ഏകലിംഗ പുഷ്പങ്ങൾ അല്ലെങ്കിൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ദ്വിലിംഗ പുഷ്പങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പൂവിൽ തന്നെ എന്തൊക്കെ കാണുവാടാ? കേസരപുടമോ ജനിപുടമോ? കേസരപുടവും കാണും, ജനിപുടവും കാണും. അങ്ങനെയുള്ള പൂക്കളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ദ്വിലിംഗ പുഷ്പങ്ങൾ അല്ലെങ്കിൽ ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. അപ്പോൾ പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എന്താണ് ഏകലിംഗ പുഷ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേസരപുടമോ ജനിപുടമോ ഏതെങ്കിലും ഒന്ന് മാത്രം ഒരു പൂവിലുണ്ടെങ്കിൽ അത് ഏകലിംഗ പുഷ്പവും, ഒരു പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ദ്വിലിംഗ പുഷ്പം എന്നും പറയുന്നു.
ഓക്കെ അല്ലേ? അടുത്ത് നോക്കിക്കോ, ഏകലിംഗ പുഷ്പങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. തെങ്ങ്, പ്ലാവ്, പാവല്, പപ്പായ, പടവലം, മത്തൻ, വെള്ളരി, കുമ്പളം, ചുരയ്ക്ക, തണ്ണിമത്തൻ, ചോളം, എണ്ണപ്പന. ഇതെല്ലാം എന്താണ്ട? ഏകലിംഗ പുഷ്പങ്ങൾക്ക് ഉദാഹരണമാണ്. ദ്വിലിംഗ പുഷ്പങ്ങൾക്ക് ഉദാഹരണമാണ് പയറ്, വെണ്ട, തക്കാളി, പേര, വഴുതന, മുളക്, ബീൻസ്, ചെമ്പരത്തി, ചെണ്ടുമല്ലി, റോസ്, മന്ദാരം, അരളി, രാജമല്ലി, സൂര്യകാന്തി. ഇതെല്ലാം എന്താണ്ട്? ദ്വിലിംഗ പുഷ്പങ്ങളാണ്. ഇതൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഓർത്തിരിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഒരു പുഷ്പത്തിൽ ജനിപുടം അല്ലെങ്കിൽ കേസരപുടം ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് ഏകലിംഗ പുഷ്പമാണ്. ഒരു പുഷ്പത്തിൽ തന്നെ ജനിപുടവും കേസരപുടവും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ദ്വിലിംഗ പുഷ്പം എന്നും പറയുന്നു എന്ന് പഠിച്ചു. അടുത്ത എന്താണ് പരാഗണം അല്ലെങ്കിൽ പോളിനേഷൻ എന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്. പരാഗിയിൽ നിന്ന് പരാഗണ രേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെ നമ്മൾ എന്തെന്ന് പറയൂടെ? പരാഗണം എന്ന് പറയും. അപ്പൊ എന്താണ് പരാഗണം? പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് എന്ത്? പരാഗണം. അപ്പൊ പരാഗണം നടക്കുന്നത് പല രീതികളിലൂടെയാണ്. അതായത് കാറ്റിലൂടെ പരാഗണം നടക്കാറുണ്ട്, ജലത്തിലൂടെ പരാഗണം നടക്കാറുണ്ട്, ജന്തുക്കൾ വഴി നടക്കാറുണ്ട്, അതുപോലെ ഈ പക്ഷികൾ വഴിയൊക്കെ പരാഗണം നടക്കാറുണ്ട്. അപ്പൊ അടുത്ത് നോക്കിക്കേ, ഞങ്ങളിൽ പരാഗണം നടക്കാൻ ജലം ആവശ്യമാണ് എന്ന് പറയുന്നത് ആരാണ്? കുരുമുളകാണ്. അപ്പൊ നമ്മൾ പഠിച്ചു കുരുമുളക് എങ്ങനെയാണ് പരാഗണം നടക്കുന്നത്. കുരുമുളകില് ജലം വഴിയാണ് കുരുമുളകിൽ പരാഗണം നടക്കുന്നത്. ഞങ്ങളിൽ കാറ്റു വഴിയാണ് പരാഗണം നടക്കുന്നത്. ഭാരം കുറഞ്ഞ ധാരാളം പരാഗരേണുക്കൾ ഉള്ളത് കൊണ്ടാണ് ഇത് സാധിക്കുന്നത്. ഇത് പറയുന്നത് ആരാണ്? നെല്ലാണ്. അപ്പോൾ നെല്ലിൽ എങ്ങനെയാണ് പരാഗണം നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാറ്റ് വഴിയാണ്. കുരുമുളകിൽ എങ്ങനെയാണ് പരാഗണം നടക്കുന്നത്? ജലത്തിലൂടെയാണ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, പ്രാണികൾ, പക്ഷികൾ, ജന്തുക്കൾ എന്നിവയിലൂടെ പരാഗണം നടക്കുന്ന സസ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചെത്തി, മുല്ല, റോസ്, ബോഗൺവില്ല, അത്തി, ഞാവല്, മാവ്, വാഴ, പേര, തെങ്ങ്. ഇതിത്രയും എന്താണ്ടാ? പ്രാണികൾ അല്ലെങ്കിൽ പക്ഷികൾ അല്ലെങ്കിൽ ജന്തുക്കൾ വഴിയാണ് ഇവയിലൊക്കെ എന്ത് നടത്തുന്നത്? പരാഗണം നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കാറ്റ് വഴി പരാഗണം നടക്കുന്ന സസ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഗോതമ്പുണ്ട്, നെല്ലുണ്ട്, കരിമ്പ്, വാഴ, തെങ്ങ്. പഠിച്ചു വെച്ചോ. ഗോതമ്പ്, നെല്ല്, കരിമ്പ്, വാഴ, തെങ്ങ് ഇവയിലൊക്കെ പരാഗണം നടക്കുന്നത് കാറ്റ് വഴിയാണ്. അങ്ങനെയാണെങ്കിൽ ജലം വഴി പരാഗണം നടക്കുന്ന സസ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രില്ല ഉണ്ട്, വാൾസ്നേറിയ ഉണ്ട്, കെൽപ്പുണ്ട്. പഠിച്ചു വെച്ചോ. ജലം വഴി ഹൈഡ്രില്ല, വാൾസ്നേറിയ, കെൽപ്പ്. ഇതിത്രയും എന്താണ്? ജലം വഴിയാണ് പരാഗണം നടക്കുന്നത്. അടുത്ത് അധിക വായനയ്ക്ക് എന്ന് പറഞ്ഞിട്ട് വാനിലയെ കുറിച്ചിട്ടൊരു ബോക്സ് പറയുന്നുണ്ട്. നമുക്ക് ചുമ്മാ വായിച്ചു നോക്കാം. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ് വാനില. ഈ സസ്യത്തിന്റെ ജന്മദേശം തെക്കേ അമേരിക്കയാണ്. പോയിന്റ് പഠിച്ചു വെച്ചോ. വാനിലയുടെ ജന്മദേശം എവിടെയാണ്? തെക്കേ അമേരിക്കയിലാണ്. വാനിലയിൽ പരാഗണം നടത്തുന്നത് ഒരിനം തേനീച്ചയാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ തേനീച്ച ഇല്ലാത്തതിനാൽ കർഷകർ തന്നെ പൂക്കളിൽ കൃത്രിമമായി പരാഗണം നടത്തിയാണ് വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഒരു പോയിന്റ് പഠിച്ചു. എന്താണ്? വാനിലയുടെ ജന്മദേശം. വാനിലയുടെ ജന്മദേശം എവിടെയാണ്? തെക്കേ അമേരിക്കയിലാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വെച്ചോ. വാനിലയുടെ ജന്മദേശം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആൻസർ അറിയാം. എവിടെയാണ്? തെക്കേ അമേരിക്കയിലാണ്. അടുത്ത് നോക്കിക്കോ. അടുത്ത് പറയുന്നത് സ്വപരാഗണവും പരപരാഗണവുമാണ്. ഓക്കെ, എന്താണ് സ്വപരാഗണം അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ. ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ പൂവിന്റെ പരാഗണ സ്ഥലത്തോ അതേ ചെടിയിലെ മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്തോ പതിക്കുന്നതാണ് സ്വപരാഗണം. ഓക്കെ, അപ്പൊ എന്താണ് സ്വപരാഗണം അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ പൂവിന്റെ പരാഗണ സ്ഥലത്തോ അല്ലെങ്കിൽ അതേ ചെടിയിലെ മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്തോ പതിക്കുന്നതാണ് എന്ത്? സ്വപരാഗണം. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. എന്താണ് സ്വപരാഗണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോടാ. അപ്പൊ എന്താ പറഞ്ഞേ? ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ പൂവിന്റെ പരാഗണ സ്ഥലത്തോ അല്ലെങ്കിൽ എവിടെ?
അല്ലെങ്കിൽ അതേ ചെടിയിലെ മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്തോ പതിക്കുന്നതാണ് എന്ത്? സ്വപരാഗണം. എടാ അങ്ങനെയാണെങ്കിൽ എന്താണ് പരപരാഗണം? ഒരു പൂവിൽ നിന്ന് പരാഗരേണുക്കൾ അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിലെ പൂവിന്റെ പരാഗണ സ്ഥലത്താണ് പതിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് പരപരാഗണം. അപ്പോൾ എന്താണ് പരപരാഗണം? ഒരു പൂവിൽ നിന്ന് പരാഗരേണുക്കൾ എന്ത് ചെയ്യോടാ? അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിലെ പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയും? പരപരാഗണം എന്ന് പറയും. അപ്പോൾ സ്വപരാഗണവും പരപരാഗണവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത് നോക്കിക്കോ, എന്താണ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസങ്കലനം എന്നാണ്. നോക്കിക്കോ, പരാഗണനത്തിന് ശേഷം പരാഗരേണു ജനിതണ്ടിലൂടെ അണ്ഡാശയത്തിലേക്ക് ഒരു നാളിയായി വളരുന്നു. ഈ നാളിയിലൂടെ പുംബീജം അണ്ഡാശയത്തിലെത്തി അണ്ഡാശയവുമായി കൂടിച്ചേരുന്നു. പുംബീജം അണ്ഡാശയവുമായി ചേർന്ന് സിക്താണ്ഡമാകുന്നു. ഈ പ്രക്രിയയെ പറയുന്ന പേരാണ് ബീജസങ്കലനം. ഇവിടെ ശ്രദ്ധിക്കാനുള്ള പോയിന്റ്, ബീജസങ്കലനത്തിന് ശേഷം സിക്താണ്ഡം ഭ്രൂണമായും അതുപോലെ ഓവ്യൂൾ എന്തായും? ഓവ്യൂള് വിത്തായും അണ്ഡാശയം ഫലമായും മാറുന്നു. പഠിച്ചു വെച്ചോ. ബീജസങ്കലനം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷന് ശേഷം സിക്താണ്ഡം എന്താവോടാ? ഭ്രൂണമാവും. ഓവ്യൂളാണ് വിത്തായി മാറുന്നത്. അണ്ഡാശയം ഫലമായും മാറുന്നു എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കിക്കേ, ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡാശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നിലധികം ഫലങ്ങളും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഒന്നിലധികം അണ്ഡാശയങ്ങളുള്ള ഒരു പൂവിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളാണ് പുഞ്ചഫലങ്ങൾ. അപ്പോൾ എന്താണ് പുഞ്ചഫലങ്ങൾ എന്ന് പഠിച്ചു വെച്ചോ. എന്താണ് പുഞ്ചഫലങ്ങൾ എന്ന് പറയുന്നത്? ഒന്നിലധികം അണ്ഡാശയങ്ങളുള്ള ഒരു പൂവിൽ നിന്ന് ഉണ്ടാകുന്ന ഫലങ്ങളാണ് പുഞ്ചഫലങ്ങൾ. സീതപ്പഴം എന്ന് പറയുന്നത് പുഞ്ചഫലത്തിന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ പുഞ്ചഫലത്തിന് ഉദാഹരണമാണ് ഏത്? സീതപ്പഴം. അപ്പോൾ എന്താണ് പുഞ്ചഫലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിലധികം അണ്ഡാശയങ്ങളുള്ള ഒരു പൂവിൽ നിന്ന് ഉണ്ടാകുന്ന ഫലങ്ങളാണ് പുഞ്ചഫലങ്ങൾ. പുഞ്ചഫലങ്ങൾക്ക് ഉദാഹരണമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ സീതപ്പഴം എന്ന് പറയുന്നത് പുഞ്ചഫലത്തിന് ഉദാഹരണമാണ്. ഓക്കെ, അടുത്തുള്ളത് അതുപോലെ അധിക വായനയ്ക്ക് തന്നിട്ടുള്ള ഒരു പോർഷനാണ്. എന്താണ് വിത്തില്ലാ ഫലങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ. നോക്കിക്കോ, ബീജസങ്കലനം നടക്കാതെ ചില സന്ദർഭങ്ങളിൽ അണ്ഡാശയം ഫലമായി മാറാറുണ്ട്. ഇത്തരം ഫലങ്ങളിൽ വിത്തുണ്ടാവുകയില്ല. പാർത്തനോകാർപ്പി എന്നാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കിവിടെ വേണ്ട വാക്ക് എന്ന് പറയുന്നത് പാർത്തനോകാർപ്പിയാണ്. അപ്പോൾ എന്താണ് പാർത്തനോകാർപ്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ബീജസങ്കലനം നടക്കാതെ തന്നെ ചില സന്ദർഭങ്ങളിൽ അണ്ഡാശയം ഫലമായിട്ട് മാറാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫലങ്ങളിൽ എന്ത് കാണൂലടാ? ഈ പറയുന്ന വിത്ത് കാണില്ല. അപ്പോൾ വിത്തില്ലാത്ത ഫലങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പാർത്തനോകാർപ്പി. ഓക്കെ, അടുത്ത് പറയുന്നു, വിത്തില്ലാ ഫലങ്ങൾ പ്രകൃതിദത്തമായി ഉണ്ടാകാറുണ്ട്, കൃത്രിമമായും അവയെ ഉണ്ടാക്കാറുണ്ട്. വാഴപ്പഴം, കൈതച്ചക്ക എന്നിവ ഇത്തരം പ്രകൃതിദത്ത ഫലങ്ങളാണ്. മുന്തിരി, തക്കാളി, തണ്ണിമത്തൻ എന്നിവയുടെ വിത്തില്ലാത്ത ഇനങ്ങളും നാം കൃത്രിമമായിട്ട് വികസിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം പാർത്തനോകാർപ്പി എന്താണ് എന്നാണ്. ബീജസങ്കലനം നടക്കാത്ത ചില സന്ദർഭങ്ങളിൽ അണ്ഡാശയം എന്തായി മാറാറുണ്ട്? ഫലമായി മാറാറുണ്ട്. ഇത്തരം ഫലങ്ങളിൽ എന്തുണ്ടാവില്ല? വിത്തുണ്ടാവില്ല. ഈ പ്രതിഭാസമാണ് എന്ത്? പാർത്തനോകാർപ്പി എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് സംയുക്ത ഫലം എന്നുള്ളതാണ്. എടാ നോക്കിക്കോ, മാവ്, വാഴ എന്നിവയുടെ പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ വേറിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ പ്ലാവിൻ്റെ പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ എല്ലാം കൂടെ കൂടിച്ചേർന്ന് ഒറ്റ ഫലമായി മാറുന്നു. ഒരു പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഒന്നിലധികം ഫലങ്ങൾ കൂടിച്ചേർന്ന് ഒറ്റ ഫലം ഉണ്ടാകുന്നതാണ് എന്ത്? സംയുക്ത ഫലം. കൈതച്ചക്ക, ആഞ്ഞിലിച്ചക്ക, ശീമച്ചക്ക എന്നിവ എന്താണ്ട? സംയുക്ത ഫലങ്ങളാണ്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, മാവ്, വാഴ എന്നിവയുടെ പൂങ്കുലകളിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ പലതും വേറിട്ടല്ലേടാ കാണപ്പെടുന്നേ. ഒരു പൂങ്കുലയിൽ തന്നെ ഒരുപാട് പൂക്കളുണ്ടാവും. ഓക്കെ, ഇതെല്ലാം എന്താണ്? ഓരോ പൂവിൽ നിന്നും ഓരോ ഫലങ്ങളല്ലേ ഉണ്ടാകുന്നത്. എന്നാൽ ഒരു പൂങ്കുലയിൽ തന്നെ ഉണ്ടാകുന്ന ഒന്നിലധികം ഫലങ്ങളെല്ലാം കൂടി ചേർന്ന് ഒറ്റ ഫലമാകുന്നതിനെ പറയുന്ന പേരാണ് സംയുക്ത ഫലം. ക്ലിയർ ആണാടാ? നിങ്ങൾ മാവിൻ്റെയും അതേപോലെ തന്നെ ഈ കൈതച്ചക്കയുടെയൊക്കെ കാര്യം ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്താണ് സംയുക്ത ഫലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഒന്നിലധികം ഫലങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരൊറ്റ ഫലമാകുന്നതാണ് എന്ത്? സംയുക്ത ഫലം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ? അടുത്ത് പറയുന്നു, എന്താണ് കപടഫലം എന്നാണ്. സാധാരണ പൂക്കളിൽ അണ്ഡാശയം വളർന്നാണ് ഫലമുണ്ടാകുന്നത്. ചില സസ്യങ്ങളിൽ അണ്ഡാശയം അല്ലാതെ
പൂവിലെ മറ്റ് ഭാഗങ്ങൾ വളർന്നും ഫലമായിട്ട് മാറാറുണ്ട്. ഇവയാണ് കപടഫലങ്ങൾ. അപ്പോൾ എന്താണ് കപടഫലങ്ങൾ? സാധാരണ പൂക്കളിൽ അണ്ഡാശയം വളർന്നാണ് ഫലം ഉണ്ടാകുന്നത്. എന്നാൽ ചില സസ്യങ്ങളിൽ എന്താണ്, ഇതല്ലാതെ വേറെ ഭാഗങ്ങൾ വളർന്നിട്ടും എന്താണ് ഫലങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫ്രൂട്ട്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? കപടഫലങ്ങൾ. ഓക്കെ, ഇതിന് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് കശുമാങ്ങയാണ്. കശുമാവിൽ പൂഞ്ഞെട്ട് വളർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഫലം ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? അടുത്ത് പറയുന്നത് ഫ്ലോറികൾച്ചർ എന്താണെന്നാണ്. പൂച്ചെടികൾ, അലങ്കാര സസ്യങ്ങൾ വാണിജ്യ അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് വളർത്തി പരിപാലിക്കുന്നതാണ് പുഷ്പകൃഷി അല്ലെങ്കിൽ ഫ്ലോറികൾച്ചർ. അപ്പോൾ ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത് ഒരു പുഷ്പകൃഷിയാണ്. പൂച്ചെടികൾ, അലങ്കാര സസ്യങ്ങൾ എന്നിവ വാണിജ്യ അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് വളർത്തി പരിപാലിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? പുഷ്പകൃഷി അല്ലെങ്കിൽ ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫ്ലോറികൾച്ചർ എന്നും മനസ്സിലായില്ലേ? ഓക്കെ അല്ലേടാ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് MCQs കൂടി നോക്കിയാലോ? നോക്കിക്കോ. പൂവിന് ഭംഗിയും ആകർഷണീയതയും നൽകുന്ന ഭാഗം ഏതാണ്? ഓപ്ഷൻ എ കേസരപുടം, ഓപ്ഷൻ ബി ദളപുടം, ഓപ്ഷൻ സി വിതളപുടം, ഓപ്ഷൻ ഡി ജനിപുടം. ഏതാണ് പൂവിന് ഭംഗിയും ആകർഷണീയതയും നൽകുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ അറിയാം. ആൻസർ ഏതാണ്ട? ആൻസർ ബി ദളപുടമാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ്ട? ആൻസർ ബി ദളപുടമാണ്. എന്ത്? ദളപുടമാണ് എന്തെന്ന് പറയുന്നത്? പൂവിന് ഭംഗിയും ആകർഷണീയതയും നൽകുന്ന ഭാഗം എന്ന് പറയുന്നത്. അടുത്ത് നോക്കിക്കോ. അടുത്ത് പറയുന്നു, കേസരപുടവും ജനിപുടവും ഒരു പൂവിൽ കാണപ്പെടുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏകലിംഗ പുഷ്പങ്ങൾ, ദ്വിലിംഗ പുഷ്പങ്ങൾ, കപടഫലങ്ങൾ, പുഷ്പഫലങ്ങൾ. അതാ ഏതാണ്? നമ്മൾ പറഞ്ഞു, വ്യക്തമായി പഠിച്ചതാണ്. കേസരപുടവും ജനിപുടവും ഒരു പൂവിൽ തന്നെയാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയൂടാ? അതിനെ നമ്മൾ ദ്വിലിംഗ പുഷ്പങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ ആൻസർ ഏതാണ്? ദ്വിലിംഗ പുഷ്പങ്ങളാണ്. അടുത്ത് നോക്കിക്കോ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, പൂവിന്റെ മറ്റു ഭാഗങ്ങൾക്ക് താങ്ങും സംരക്ഷണവും നൽകുന്ന ഭാഗം ഏതാണ്? പൂഞ്ഞെട്ട്, ജനിപുടം, ദളപുടം, പുഷ്പാസനം. ആൻസർ ഏതാണ്? പുഷ്പാസനമാണ്. നമ്മൾ പഠിച്ചതാണല്ലേ. പൂവിന്റെ മറ്റു ഭാഗങ്ങൾക്ക് താങ്ങും സംരക്ഷണവും നൽകുന്ന ഭാഗമാണ് ഏത്? പുഷ്പാസനം. അടുത്ത് നോക്കിക്കോ. പരാഗണത്തിന് ശേഷം അണ്ഡാശയം എന്തായി മാറുന്നു? ഫലമാണോ, വിത്താണോ, ഭ്രൂണമാണോ, പരാഗരേണു ആണോ? ആൻസർ ഏതാണ്ടാം? ആൻസർ എന്ന് പറയുന്നത് ഫലമാണ്. അടുത്ത് നോക്കിക്കോ. ഏതിനം പൂക്കളിലാണ് കേസരപുടമോ ജനിപുടമോ ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാത്രമോ കാണപ്പെടുന്നത്? ദ്വിലിംഗ പുഷ്പങ്ങളിലാണോ, പൂർണ്ണ പുഷ്പങ്ങളിലാണോ, ഏകലിംഗ പുഷ്പങ്ങളിലാണോ, പുഷ്പഫലങ്ങളിലാണോ? ഏതിലാണ്ട? ഏകലിംഗ പുഷ്പങ്ങളിലാണ്. നമ്മൾ പഠിച്ചല്ലേ, കേസരപുടമോ ജനിപുടമോ രണ്ടിൽ ഏതെങ്കിലും ഒന്നോ മാത്രമായിരിക്കും. ഒന്നുകിൽ കേസരപുടം മാത്രം കാണും, അല്ലെങ്കിൽ ജനിപുടം മാത്രം കാണും. ഏതെങ്കിലും ഒന്ന് മാത്രം കാണപ്പെടുന്നതാണ് ഇത് ഏകലിംഗ പുഷ്പങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പഠിച്ചത്. പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്